അപ്പോൾ ഒരു ചെറിയ ഇടിച്ചക്ക സെറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് ഉപ്പേരി വെക്കാട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയർക്കാണ്. ഞാൻ കുറേ ആയി അമ്മയടുത്ത് പറയുന്നുണ്ട് കേട്ടോ പൊതിച്ചോറ് വേണമെന്നുള്ളത്. നമ്മളങ്ങനെ കുറേ പൊതിച്ചോറ് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അമ്മ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാം. നമ്മുടെ സ്കൂൾക്ക് പോകുന്ന സമയത്തൊക്കെ പൊതിച്ചോറായിരുന്നു കൊണ്ടുവരുന്നത്. വാഴൻ്റെ ഇലയ്ക്ക് നല്ല മണമാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പൊതിച്ചോറ് കെട്ടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് എത്താൻ ആദ്യം വേണ്ടത് വാഴൻ്റെ ഇലയാണല്ലോ മെയിനായിട്ട്. നമ്മുടെ വീട്ടിലില്ല കണ്ടോ, എടുത്തതാ ഇവിടെ ഉണ്ട് വാഴൻ്റെ ഇല. അപ്പോൾ നമുക്കത് ആദ്യം പോയിട്ട് മുറിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ്, വാഴൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ വാഴയുടെ ഇലയൊക്കെ വളരെ മുകളിലാണ്. ഞാൻ ചെറുതാട്ടോ അത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ മുകളിലാണ്. ഇനി നമ്മളിത് വലിഞ്ഞ് കയറി പിടിച്ച് പൊട്ടിക്കണം കേട്ടോ. ഒരു ഇല മാത്രം ഉണ്ട് കീറാത്തത്. ഞാൻ നമ്മളിനി അടിപൊളിയായിട്ട് ഇനി പറിച്ച് പൊത്തി വലിച്ച് പോയി പറിച്ചിട്ട് വരണം. അപ്പോൾ ആരും ഹെൽപ്പില്ലാതെ ഞാൻ പൊട്ടിക്കാൻ ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ പിടിച്ചിട്ട് വാഴൻ്റെ ഇല പൊട്ടിക്കുന്നത്. പക്ഷെ ഉയരത്തിലാണ്. അപ്പോൾ നമുക്ക് നോയിട്ട് അത് ആദ്യം പൊട്ടിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ 3 വാഴൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വാഴൻ്റെ ഇല പൊട്ടിക്കണ സമയത്ത് മുഴുവനായിട്ട് ഇല മുറിക്കരുത്, അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയോട് പറയണേക്കാം. പക്ഷെ എനിക്ക് അറിയുന്ന പോലെ 3 ഇല പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് കഴുകി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഓക്കെ, അമ്മ ഒന്ന് ഉപ്പേരിക്ക് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇടിച്ചക്ക നമ്മുടെ വീടിൻ്റെ മരത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഇനി നമുക്കത് ഒരെണ്ണം പൊട്ടിക്കുക. വല്ലാതെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ. അമ്മ പൊട്ടിച്ചോ. അപ്പോൾ നമുക്ക് ഇനി അത് പൊട്ടിച്ചിട്ട് അത് ഉപ്പേരി വയ്ക്കാം കേട്ടോ. ഇടിച്ചക്ക ഉപ്പേരി വയ്ക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടിച്ചക്കയും മുതിരയൊക്കെ ഇട്ടിട്ടില്ലേ, മുതിര അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇടിച്ചക്ക സെറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് ഉപ്പേരി വയ്ക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഉപ്പേരി സെറ്റായിട്ടുണ്ട്. അമ്മ നന്നായി വേവിച്ച് മുതിരയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പേരിയുടെ കാര്യം സെറ്റ്. ഗൈസ്, അപ്പം ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വീട്ടിൽ മേടിച്ചപ്പോഴല്ലേ ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. അത് കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നില്ല എന്ന് കരുതി. അപ്പം നമുക്ക് പൊതിച്ചോറിക്ക് ഇതും കൂടി കൂട്ടാന്ന് കരുതിയിട്ട് ഇത് വേറൊരു ടൈപ്പിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ അപ്പം ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കിട്ടോ ഗൈസ്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് വെച്ചിട്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ ഐഡിയ പോയില്ല. ഒരു ഗ്യാസിലപ്പോൾ അമ്മ മത്തി ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സൈഡ് കിടന്ന് അവിടെ ആവുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ അമ്മ നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ടില്ലേ നമ്മുടെ നെല്ലിക്ക പുഴുങ്ങിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി അച്ചാറിടണം. അമ്മ നടിയോടി ആക്കാന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. നെല്ലിക്ക അച്ചാർ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഗൈസ് അങ്ങനെ അച്ചാറും സെറ്റായിട്ടുണ്ട്. കുറച്ച് ടൈം മതി കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിടലും അതേപോലെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ചോറൊക്കെ വിളമ്പി നമ്മൾ നേരെ പൊതിച്ചോറ് കെട്ടാനുള്ള പരിപാടിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ നന്നായി വഴറ്റിയിട്ടായിട്ട് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ഫ്രൈയും അതേപോലെ ഓംപ്ലേറ്റും. ശരിക്കും മുട്ടയില്ലാത്ത പൊതിച്ചോറില്ല അല്ലേ ഗൈസ്. നമ്മൾ എല്ലാ പൊതിച്ചോറും ആണെങ്കിലും മുട്ട മെയിനാണ്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പീരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ കറിയായിട്ടൊന്ന് വെച്ചത് ചീരയാണ് കേട്ടോ. ചീരക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ നേരത്തെ കാണിച്ച ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കുക്കാവാനും വല്ലാതെ ടൈമൊന്നും എടുത്തില്ല. മീൻസ് നേരത്തെ കുറച്ച് കുക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പൊതിച്ചോറൊക്കെ ഇനി ഇവിടെ സെറ്റാണ്. നമുക്ക് നേരെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു നോക്കാം. അപ്പോഴായിട്ട് ഈ വാഴയുടെ ഇലയുടെ മണമൊക്കെ നമ്മുടെ ഫുഡിക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ഇപ്പം തന്നെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് കഴിക്കേണ്ട ടൈം ആകുമ്പോഴേക്കിനും തുറന്ന് കഴിക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് നമ്മളിപ്പോൾ തുറക്കാൻ പോവുകയാണ്. 3 മണിക്കൂറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാനൊരു 2 മണിക്കൂറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് ഇതിങ്ങനെ കഴിക്കാനുള്ള കൊതി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇപ്പോഴാണ് ഗൈസ് ശരിക്കും ഈ വാഴയുടെ ഇലയുടെ മണം എന്താണ് എനിക്ക് മനസ്സിലായത്. നല്ല മണം ഉണ്ട് കേട്ടോ. ഇലയിൽ നിന്നൊരു വാഴ മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ.
ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കിട്ടുന്നത് കേട്ടോ. സാധാരണ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ചോറും കുറച്ച് കറിയൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ അമ്മ കെട്ടി തരാറാണ് ചെയ്യാറ്. പക്ഷെ ഇതിനായിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഇതിനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പേരിയാണ് ഇടിച്ചക്ക. ഈ വർഷത്തെ ഫസ്റ്റത്തെ ഇടിച്ചക്ക ഉപ്പേരിയാണ് ഗൈസ്. നമ്മുടെ മുട്ട, പിന്നെ മീന്, പിന്നെ കുറച്ച് അച്ചാർ കൂടി വെച്ചു. അച്ചാർ എവിടെ? നെല്ലിക്ക അച്ചാർ അമ്മ വീട്ടിലിട്ടതില്ലേ. അപ്പം നമുക്കിനി ഇത് ചിക്കൻ. അപ്പം നമുക്ക് മൂന്നുകൂടി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട ഗൈസ്, അത്രയും അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറി ചിന്തിച്ച് ഇതേപോലെ കഴിച്ചു നോക്കും. ഒരു വെറൈറ്റി ആണ്, നല്ല ടേസ്റ്റും ഉണ്ട്, സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊതിച്ചോറൊക്കെ ഇങ്ങനെ കെട്ടി കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ കണ്ടോ, ഞാൻ എൻ്റെ അമ്മയോട് താങ്ക് പറയുന്നു. അമ്മയ്ക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ അതേപോലെ തന്നെ പൊതിച്ചോറൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു ഗൈസ്. അതുകൊണ്ടാണ് എനിക്കിതിനൊക്കെ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ബായ്. ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ടൊന്ന് ഇരുന്ന് കഴിക്കട്ടെ, എന്നാലാണ് എനിക്കിതിൻ്റെ ഫുൾ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ പറ്റൂ. ബായ്.